തൃപ്തിയായില്ലേ നിനക്ക്? എന്റെ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്തപ്പോ തൃപ്തിയായില്ലേ നിനക്ക്? അമ്മാവ, നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ പേരിനോ പണത്തിനോ വേണ്ടിയിട്ടല്ല ഞാനിതൊക്കെ ചെയ്തത്. സത്യം സത്യം, ഒരു ദിവസം രാധികയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാ. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഒരു പോലീസിനോ കോടതിക്കോ ഞാൻ വിട്ടുകൊടുക്കില്ല. രാധിക, ആരെ കൊന്നിട്ടായാലും ശരി, നിന്നെ രക്ഷിക്കാനുള്ള പണവുമായിട്ട് ഞാൻ വരും. സത്യം സത്യം. അല്ലേ ജയകൃഷ്ണ സാറിന് എങ്ങോട്ട് പോകുന്നു? ജീപ്പിലോട്ട് കയറിയാട്ടെ. ഇൻസ്പെക്ടറുടെ കയ്യിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? നിനക്കുള്ള അറസ്റ്റ് വാറന്റാ. ഇനി ഭർത്താവ് വക്കീലും ഭാര്യ വക്കീലും ആജീവനാന്തം ജയിലിൽ കിടക്കും. കിടത്തും ഞാൻ. പിന്നെ പുറത്തേക്ക് വരുന്നത് നിന്റെയും അവിടെയും ശവമായിരിക്കും. അവനെടുത്ത് വണ്ടിയിലേക്ക് ഈ മത്സരം അവസാനത്തെ കച്ചിത്തുരുമ്പാണ് എനിക്ക്. ഇതിൽ ഞാൻ ജയിച്ച ആ പണം കൊണ്ട് എനിക്ക് രാധികയെ രക്ഷിക്കാനാവും. എനിക്കും രക്ഷപ്പെടാം. തോറ്റുപോയ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ എന്റെ രാധിക ഈ ചോദ്യത്തിന് താങ്കൾ ശരിയുത്തരം നൽകുകയാണെങ്കിൽ 50 ലക്ഷം രൂപ സമ്മാനമായി ലഭിക്കും. ഗുഡ് ലക്ക് ജയകൃഷ്ണൻ. ജയകൃഷ്ണൻ ക്രിക്കറ്റ് കളി കാണാറുണ്ട്? ഇല്ല. ക്രിക്കറ്റിൽ താല്പര്യമേ ഇല്ല? ഇല്ല. ക്രിക്കറ്റിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. ചോദ്യം: ഏത് ഇംഗ്ലീഷ് ക്രിക്കറ്റ് കളിക്കാരനാണ് 2ാം ലോകമഹായുദ്ധത്തിൽ ഒരു മേജറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്? എ. വാലി ഹാമണ്ട്, ബി. ആർതർട്ടൺ, സി. ഹെർബർട്ട് സട്ക്ലിഫി, ഡി. ബ്രാഡ്മാൻ. ലൈഫ് ലൈനിൽ ഓൺ എ ഫ്രണ്ടും 50-50 ബാക്കിയുണ്ട്. ഏതെങ്കിലും ഒരു സുഹൃത്തിനോട് താങ്കൾക്ക് ഈ ഉത്തരം ഫോണിലൂടെ ചോദിക്കാം. അല്ലെങ്കിൽ 50-50 ഉപയോഗിച്ച് തെറ്റായ 2 ഉത്തരങ്ങൾ ഇതിൽ നിന്നും മായ്ച്ചു കളയാം. യു ക്യാൻ ഡിസൈഡ്. 50-50. കമ്പ്യൂട്ടർ, ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടതനുസരിച്ച് 50-50യിലൂടെ 2 തെറ്റുത്തരങ്ങൾ മായ്ച്ചു കളയാം. തെറ്റായ 2 ഉത്തരങ്ങൾ മാഞ്ഞു പോയിരിക്കുക. ഇവരിൽ ആരാണ് 2ാം ലോക മഹായുദ്ധ സമയത്ത് മേജറായി സേവനമനുഷ്ഠിച്ച ക്രിക്കറ്റർ? ശരിയുത്തരമാണെങ്കിൽ 50 ലക്ഷം, പിന്മാറിയാൽ 25 ലക്ഷം, തെറ്റിപ്പോയാൽ വെറും 2 ലക്ഷം. ജയകൃഷ്ണൻ ശരിക്കും ആലോചിച്ചൊരു തീരുമാനമെടുത്താൽ മതി. സി. ഹെർബർട്ട് സട്ക്ലിഫി. സി. ഹെർബർട്ട് സട്ക്ലിഫിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. പിന്മാറുന്നില്ല? ഇല്ല. ഉറച്ച തീരുമാനമാണ്? അതെ. കമ്പ്യൂട്ടറോട് പറയാമോ? പറയാം. കമ്പ്യൂട്ടർ ട്രിഗർ സി. ഹെർബർട്ട് സട്ക്ലിഫി.
ഈ ഉത്തരം ശരിയാണെന്ന് ജയകൃഷ്ണൻ എത്ര ശതമാനം വിശ്വസിക്കുന്നു? 100%. ക്രിക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്ക് എങ്ങനെ 100% ഉറപ്പിച്ചു പറയാൻ കഴിയും? എനിക്ക് ഉറപ്പാ, ദൈവം എന്നെ കൈവിടില്ല. മിസ്റ്റർ ജയകൃഷ്ണൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. You have won 50 lakhs, Jayakishan. Congratulations. Well done. ജയകൃഷ്ണന്റെയും രാധികയുടെയും ജീവിതത്തിനും ജയിലിനും ഇടയ്ക്ക് ഒരേ ഒരു ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ ചോദ്യത്തിനും കൂടി ജയകൃഷ്ണൻ ശരി ഉത്തരം നൽകുകയാണെങ്കിൽ യു വിൽ വിൻ 1 crore rupees. All the best, ജയകൃഷ്ണൻ. ചോദ്യം: ഇന്ത്യയിലെ ഏത് ചരിത്ര സ്മാരകത്തിനാണ് ഏറ്റവും കൂടുതൽ ഉയരമുള്ളത്? എ. ചാർമിനാർ, ബി. റെഡ് ഫോർട്ട്, സി. താജ്മഹൽ, ഡി. കുത്തബ് മിനാർ. കുത്തബ് മിനാർ അല്ലേ സാർ? അതേടാ. ഫോൺ എ ഫ്രണ്ട് ഇപ്പോഴും ഉപയോഗിച്ചിട്ടില്ല. ജയകൃഷ്ണൻ വിശ്വാസമുള്ള ഒരാളിനോട് ഫോണിലൂടെ അഡ്വൈസ് ചോദിക്കും. എനിക്ക് വിശ്വാസമുള്ള ഒരാളുണ്ട്, അയാളോട് എനിക്ക് ചോദിക്കണം. ഹലോ ഹലോ, ഇത് കോടിപതി പ്രോഗ്രാമിൽ നിന്നും മുകേഷ് ആണ് സംസാരിക്കുന്നത്. പ്രോഗ്രാം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. ഹലോ ഹലോ, ഫോണൊന്ന് ഹരിനാരായണന് കൊടുക്കൂ. ഹലോ ഹരിനാരായണ, എല്ലാം നീ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം. തുടക്കം മുതലേ ഞാൻ പറഞ്ഞത് മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്, എന്റെ ആത്മാവിൽ തൊട്ട സത്യങ്ങളാണ്. നിനക്ക് ഞാൻ ഈ പറയുന്നതൊക്കെ വിശ്വാസമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ശരി ഉത്തരം നീ എനിക്ക് പറഞ്ഞു തരണം. നീ പറയുന്നത് ഏത് ഉത്തരമായാലും അതേ ഞാനിവിടെ സമ്മതിക്കും. നിനക്ക് എപ്പോഴും വിശ്വാസമായിട്ടില്ലെങ്കിൽ എന്റെ രാധിക നീ പുറത്തു വരണ്ട. അവള് ജയിലിൽ തന്നെ കിടന്നോട്ടെ. അവളെ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ നീ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. അതല്ല, നിന്നെ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ച് ഈ ഞാൻ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറ, എന്താണ് ഇതിന് ഉത്തരം? പ്ലീസ്. സി. താജ്മഹൽ. ജയകൃഷ്ണൻ എന്ത് തീരുമാനിച്ചു? സി. താജ്മഹൽ. അഡ്വൈസർ പറഞ്ഞനുസരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. യെസ്. കമ്പ്യൂട്ടറിനോട് പറഞ്ഞോളൂ സർ. കമ്പ്യൂട്ടർ ട്രിഗർ സി. താജ്മഹൽ. ചതിച്ചടാ, ഹരിനാരായണൻ ചതിച്ചു.
താൻ അവനെ ചതിച്ചോ? I said stop it. Stop it. Stop it, I say. ജയകൃഷ്ണ, ജയകൃഷ്ണൻ പറഞ്ഞ ഉത്തരം ജയകൃഷ്ണൻ പറഞ്ഞ താജ്മഹലിന്റെ ഉയരം 243 അടിയാണ്. കുത്തബ് മിനാറിന്റെ ഉയരം താജ്മഹലിനേക്കാൾ 5 അടി കുറവാണ്. ജയകൃഷ്ണൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും ആത്മവിശ്വാസം കൈവടിയാതെ ആത്മധൈര്യത്തോട് പൊരുതുന്ന മലയാളിയുടെ വിജയമാണിത്. ജയകൃഷ്ണന്റെ വിജയമാണിത്. കോടിപതിയുടെ വിജയമാണിത്. ഒന്നാം സൂര്യയുടെ വിജയമാണിത്. കറക്റ്റാ, കറക്റ്റാ.